സർ, വോട്ട് ചോരി വിവാദം വലിയ രീതിയിൽ ഇന്ത്യയിൽ ചർച്ചയാവുകയാണ്. പക്ഷേ കോൺഗ്രസ് വിചാരിച്ച രീതിയിൽ ആ വിഷയത്തെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എന്നതും ഒരു ചോദ്യമാണ്. നിലവിൽ ഇവർ ഈ വോട്ട് ചോരിയെ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് സാധ്യത? കോൺഗ്രസിനകത്തു നിന്ന് തന്നെ എത്ര പേർ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രോത്സാഹനം ഈ വിഷയത്തിൽ നൽകുന്നുണ്ട് എന്നതൊക്കെ ചോദ്യമാണ്. അപ്പോൾ വോട്ട് ചോരി കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ എങ്ങനെ വിലയിരുത്താം? ഇത് വോട്ട് ചോരി എന്ന പദം ഉപയോഗിക്കരുതെന്ന് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ പൊതുജനങ്ങളോടും രാഷ്ട്രീയ കക്ഷികളോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്താണ് രാഹുൽ ഗാന്ധി വോട്ട് സമാഹരിക്കുന്നതിന് എന്തോ ഒരു പുതിയ ഹിന്ദി വാക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പം അതാണ്, അതുകൊണ്ട് നമുക്ക് ആ വോട്ട് ചോരി എന്നുള്ള പദം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കാം. പക്ഷേ ഇപ്പൊ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരം വാർത്തകൾ, അതായത് അനധികൃതമായിട്ട് വോട്ടർമാരെ ചേർത്തു എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപിച്ചിട്ടുള്ള വിഷയം മാധ്യമങ്ങളെ പ്രസിദ്ധീകരിക്കുന്നത് വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ശരിക്കും പറഞ്ഞ ഈ മാധ്യമപ്രവർത്തകർ പൊട്ടന്മാരാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് സംശയമുണ്ട്. കാരണം പൊട്ടന്മാരാണെങ്കിൽ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. കാരണം അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, സിറ്റിസൺഷിപ്പ് ആക്ട് അറിയത്തില്ല, ഇലക്ഷൻ കമ്മീഷന്റെ എന്താണ് പ്രവർത്തന രീതി അറിയത്തില്ല. അതുകൊണ്ട് പൊട്ടന്മാർക്ക് അത് അറിയേണ്ട കാര്യമില്ല. പക്ഷേ മറിച്ച് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം ആളുകള് ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ, അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാതെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അപകടം ഇതിൻ്റെ അകത്തുണ്ട്. ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു ജാഥ നടന്നതിന്റെ ചിത്രങ്ങളൊക്കെ ഇന്ന് ചില മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതില് MM ഹസനുണ്ട്, മുൻ KPCC പ്രസിഡന്റാണ്. K മുരളീധരനുണ്ട്, മുൻ KPCC പ്രസിഡന്റ്. ഇപ്പൊ DCC പ്രസിഡന്റ് ശക്തനുണ്ട്. അങ്ങനെ കുറെ പേരെ കണ്ടു. രമേശ് ചെന്നിത്തലയെ കണ്ടില്ല, കെ സുധാകരനെ കണ്ടില്ല, അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. അത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഈ അദ്ദേഹം KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മണ്ഡലമായ ആലപ്പുഴയില് ഇത്തരം വോട്ടുകളുടെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മുൻ DCC പ്രസിഡന്റ് ഷുക്കൂർ. ഷുക്കൂറിനോട് ചോദിച്ചിട്ട് ഷുക്കൂറിനാണ് കുറച്ചുകൂടെ ഗ്രാസ് റൂട്ട് ലെവലിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തി. ഒരു പക്ഷേ വേണുഗോപാലിനും അത് അറിയാൻ സാധ്യതയുണ്ട്. KCക്ക് അറിയത്തില്ല എന്നൊന്നും പറയാനൊക്കത്തില്ല. അദ്ദേഹം വളരെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. വളരെ KC കൂടെ വളർന്നു വന്നതാണ്. മാത്രമല്ല അദ്ദേഹം ഒരു അസാമാന്യ നർമ്മമുള്ള ഒരു മനുഷ്യൻ കൂടാണ്. പയ്യന്നൂർ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിൽ സംഘടന നടക്കുന്നു എന്നറിഞ്ഞാൽ സംഘടനത്തിന് ശേഷം വിദ്യാർത്ഥികൾ വരുന്നതിന് മുമ്പേ ആശുപത്രിയിൽ എത്തിക്കിടക്കുന്ന വ്യക്തിയായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും അങ്ങനെ അസാമാന്യ നർമ്മം, ആ നർമ്മം തന്നെയാണോ ഈ പറയുന്ന വോട്ട് ചേർക്കൽ ഇഷ്യൂ, ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള ഇഷ്യൂയിൽ ഒക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ കോടതി വിധി വന്നതിനെ പറ്റി അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കോടതി ഇലക്ഷൻ കമ്മീഷനെ പിടിച്ച് കെട്ടി എന്നുള്ള മട്ടിലൊക്കെയാണ്. അപ്പൊ അതിന്റെ വാർത്ത ഇതാണ്, PTIയുടെ വാർത്ത നോക്കി, പല 2-3 വാർത്തകൾ നോക്കി, നമ്മളുടെ മലയാള മാധ്യമങ്ങളെ ഉപേക്ഷിച്ചിട്ട് 2-3 വാർത്തകൾ നോക്കി കഴിഞ്ഞപ്പം മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബീഹാറിലെ 65 ലക്ഷം വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും മാറ്റിയതിന്റെ കാരണം വ്യക്തമാക്കിയാൽ ആത്മവിശ്വാസം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവര് ആ അതിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറല്ല. കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ ഒന്നും അതിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറല്ല. അതിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറാകാത്തതിന്റെ കാരണം, രാഹുൽ ഗാന്ധിക്ക് ഒരു പക്ഷേ 1955 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ടിനെ പറ്റി ധാരണ ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ KC വേണുഗോപാല് അതുപോലെയുള്ള ഉന്നതരായ കോൺഗ്രസ്സുകാര് ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ എല്ലാവിധ വിഷയങ്ങളും അനുസരിച്ചിട്ട് വോട്ടർമാരെ ചേർക്കുകയും അതിനനുസരിച്ചിട്ട് വോട്ട് മേടിച്ച് ജയിക്കുകയും, ഇദ്ദേഹമൊക്കെ ആണെങ്കിൽ മന്ത്രിയൊക്കെ ആയിരുന്നിട്ടുള്ള ആളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണോ എന്നൊരു സംശയം എനിക്കിപ്പോ ഉണ്ട്. കാരണം കോടതി ഇലക്ഷൻ കമ്മീഷന്റെ നടപടികളെ കുറിച്ച് അങ്ങനെ ഒരു
എന്താണ് ഒരു ഖണ്ഡിതമായ ഒരു അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞേക്കുന്നത് ഈ സംഗതിയാണ്. അതായത് എന്തിന് 65 ലക്ഷം വോട്ടർമാരെ അതിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളത് പറയുകയാണെങ്കിൽ അതിനുള്ള കാരണം വ്യക്തമാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നീക്കം ചെയ്തവരുടെ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് കൂടെ പട്ടിക അതിൻ്റെ പലവിധ ഉദ്യോഗസ്ഥന്മാരുടെ സൈറ്റുകളിലും മറ്റുമായിട്ട് പ്രസിദ്ധീകരിച്ചാൽ അതും നല്ലതായിരിക്കും എന്നാണ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് കോടതി ഉദ്ദേശിച്ച വാർത്ത മനസ്സിലാക്കുന്നത്. ഇവർ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ വോട്ടിന് അനധികൃത വോട്ട് ചേർത്തു എന്ന് പറയുന്നത് തെളിയിക്കാൻ ഉതകുന്ന എന്തെങ്കിലും ഒരു വകുപ്പ് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമോ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളമോ നമ്മളുടെ വി.എസ്. സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളമോ അവർക്കാർക്കും മുന്നോട്ട് കോടതിയുടെ മുമ്പിൽ പറയാൻ പറ്റിയിട്ടില്ല. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. പിന്നെ സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ചിട്ടാണ് ഇവിടെ വോട്ടറെ ചേർക്കുന്നത്. സിറ്റിസൺഷിപ്പ് ആക്ടില് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആരായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ ജനിച്ച ആളായിരിക്കണം, പിന്നെ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ത്യക്കാരായിരിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അത് അടുത്ത അമെൻമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളിലോ ഒരാൾ എങ്കിലും ആയിരിക്കണം. പക്ഷേ അനധികൃത മറ്റേ അടുത്ത രക്ഷകർത്താവ് അനധികൃത കുടിയേറ്റക്കാരാവരുത്. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. പക്ഷെ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പറയുന്ന ആധാർ കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, മറ്റു കാർഡുകൾ, അങ്ങനെ കുറേയധികം കാർഡുകൾ കൊടുത്തിട്ട് അത് സിറ്റിസന്റെ അല്ലെങ്കിൽ പൗരാവകാശ രേഖയായിട്ട് അംഗീകരിക്കണം എന്ന് ഉള്ള മട്ടിലാണ് കോൺഗ്രസിന്റെ നീക്കം. അതെങ്ങനെ ശരിയാകും? പൗരനായതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് പാസ്പോർട്ട് കൊടുക്കുന്നത്. അത് അത്രയും ഭാഗം ശരിയാണ് എന്ന് പറഞ്ഞ് ഒരാൾക്ക് പാസ്പോർട്ട് ഉള്ളത് കൊണ്ട് പൗരത്വം കൊടുക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ തന്നെ സ്ഥിരമായിട്ട് ഇത്ര വർഷത്തിന് മേൽ താമസിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം ഇല്ലാതെ തന്നെ പാസ്പോർട്ട് ലഭിക്കും. ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഡൊമൈസൈലാണെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ഇൻകം ടാക്സ്, മറ്റ് പേയ്മെന്റുകൾ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവ എടുക്കാനായിട്ട് ഒരു വ്യക്തിക്ക് ആധാർ കാർഡ് കിട്ടും, പാൻ കാർഡ് കിട്ടും, ഇങ്ങനെയുള്ള വ്യക്തികൾ. പക്ഷെ ഇവയൊന്നും റെസിപ്രോക്കൽ ആയിട്ട് ഇന്ത്യൻ പൗരത്വത്തിന്റെ രേഖകളല്ല. അപ്പം ആ ഒരു കാര്യം ഈ പറയുന്ന കോൺഗ്രസ്സുകാര്, കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്കത് ബോധ്യമാകുന്നത്? അതാണ് ജനം ചോദിക്കുന്ന ചോദ്യം. ജനത്തിന് ഇത് വളരെ ബോധ്യമാണ്. കാരണം ജനത്തിന് ചുമ്മാ ഒരു പേര് കൊണ്ടുപോയി വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കാനൊക്കുകയില്ല. അതിന് അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഒരാൾ സ്വതന്ത്രമായ നിലയിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാരുടെ അടുത്ത് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പൗരത്വാവകാശം തെളിയിക്കുന്ന രേഖ കാണിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഉള്ള സിറ്റുവേഷൻ. അതനുസരിച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതാണ് അതിന്റെ പ്രൊസീജിയർ. അപ്പൊ ഇവിടെ നമ്മൾ ഇനിയിപ്പോ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷയമാണ്. ഈ BJP സർക്കാരിന്റെ പല നടപടിക്രമങ്ങളും തനിക്കാക്കി വിടക്കാക്കുന്ന സ്വഭാവമുണ്ട്. അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ സമരം ഇന്ത്യ മൊത്തം ആളിപ്പടരുമ്പോൾ അതിന്റെ പരിണിത ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സിറ്റിസൺ രജിസ്റ്റർ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ സിറ്റിസൺ രജിസ്റ്ററിന്റെ അകത്ത് വ്യക്തമായിട്ട് അപ്പൊ അതിലുള്ളവർക്ക് പിന്നീട് വോട്ട് ലഭിക്കും. അതിനു വേണ്ടിയിട്ട് ഇവരെ സഹായിച്ചു കൊടുക്കുകയാണോ, അതിനു വേണ്ടിയിട്ട് അച്ചാരം മേടിച്ചോന്ന് പോലും ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. കാരണം ഇവരുടെ വിഷയങ്ങൾ വരുമ്പോൾ ഗവൺമെന്റ് ഒരു ഒത്തുതീർപ്പിലെത്തുക, നമുക്കതിനൊരു സിറ്റിസൺഷിപ്പ് ആക്ടിനുള്ള അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്ററിനുള്ള പൗരത്വ രജിസ്റ്റർ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഈ വിഷയത്തിന് ഒരു അവസാനം കണ്ടെത്താം എന്ന് അവര് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും കുടുങ്ങി. അപ്പൊ അതിനു മുമ്പ് ഇവർ ആദ്യം അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ ഭരണഘടന ഒന്നുകൂടെ വായിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പ് ആക്ട് നോക്കണം.
പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ ബോഡി ഉണ്ടാക്കിയത് എങ്ങനെയാണ്, അതിന്റെ ചട്ടങ്ങൾ എന്താണ് എന്നൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് മുഖം എങ്കിലും രക്ഷിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ബി.ജെ.പിയുടെ കെണിയിൽ വീണ് ഞെരിഞ്ഞവരാനായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിധി. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രക്ഷോഭത്തിന് വേണ്ട രീതിയിലുള്ള ഒരു സ്വീകാര്യം ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യം ബാക്കിയാണ്. അശോക് സാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്രയേറെ വെല്ലുവിളികൾ നടത്തിയാൽ, രാജ്യത്തെ ഒരു ജനാധിപത്യ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അത് അവർക്ക് തന്നെ വലിയ തിരിച്ചടിയാകുന്ന കാലം വിദൂരമല്ല എന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു സർ.